ആവശ്യമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരായ ആദിവാസി യുവാവിന്റെ വിശ്വനാഥന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരുടെയും വിശ്വനാഥന്റെ ബന്ധുക്കളുടെയും മറ്റും കൂട്ടിരിപ്പുകാരുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. റിയാസ് KMR വിവരങ്ങളുമായി ചേരുകയാണ്. വീണ്ടും റിയാസ്, ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ സംഭവത്തിലുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP K സുദർശനന്റെ മേൽനോട്ടത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ കൂടിയായിട്ടുള്ള ബെന്നി ലാലുവാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. മാത്രമല്ല, മറ്റൊരു രീതിയിലുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നു. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ആൾക്കൂട്ട മർദ്ദനം നടന്നതിന് പ്രാഥമിക തെളിവുകൾ ഇല്ല എന്നൊരു നിഗമനത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ആദിവാസി യുവാവിന്റെ കഴുത്തിൽ കയറ് കുരുങ്ങിയ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദനം നടന്നത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊന്നും തന്നെ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇന്നലെ ഇദ്ദേഹത്തിന്റെ വിശ്വനാഥിന്റെ ഭാര്യ മാതാവ് ലീല കേരള വിഷൻ ന്യൂസിനോടാണ് ആദ്യം വെളിപ്പെടുത്തിയിരുന്നത്. ഇവരെ കള്ളൻ എന്ന് വിളിച്ച് അപമാനിച്ചതിന്റെ അപമാനഭാരം കൊണ്ടാണ് ഈ വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യാനിടയായ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് വളരെ വേദനയോടുകൂടി ഭാര്യ മാതാവ് നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നത്, ഇയാൾക്ക് മേൽ മോഷണ കുറ്റം ചിലർ ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് രേഖാമൂലമുള്ള ഒരു പരാതിയും ആരും തന്നെ നൽകിയിട്ടില്ല. ഈ ഒരു സംഭവം കൂടി പോലീസ് അന്വേഷിക്കും എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഭാഗമായി ഇന്ന് ഈ വിശ്വനാഥന്റെ ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുക്കും. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ദൃക്സാക്ഷികളുടെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനു പുറമെയാണ് ആരോപണ വിധേയരായിരിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ശക്തമായ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ശരി റിയാസ്.